ഹലോ, ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിസൈൻസാണ് ഇവിടെ ചെയ്യുന്നത്. ഈ രണ്ട് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. നോട്ട് ഷെയ്ഡ് ഒരു ഗ്ലിറ്റർ ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ആ നോട്ട് ഷെയ്ഡ് നമുക്ക് ഇതുപോലെ ഈ ഒരു ഫിംഗറിലും നമ്മുടെ സ്മോൾ ഫിംഗറിലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ഫിംഗറിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ രണ്ട് ഫിംഗറിലാണ് ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെയിൽ പോളിഷിൻ്റെ ബ്രഷ് തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം, എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിൽ നിന്ന് ഇതുപോലെ ചേർത്തും കൂടി വരച്ച് കൊടുക്കും. ഇപ്പോൾ ഒരു 7 ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഫിംഗറിൽ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കേട്ടോ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെയ്തെടുക്കാം. രണ്ട് ഫിംഗറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗിൽറ്റർ നെയിൽ പോളിഷ് എടുത്തിട്ട് ഒരു ചെറിയ ബ്രഷിലോ ടൂത്ത് പിക്കിലോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഔട്ടർ ലൈനും കൂടെ വരച്ച് കൊടുക്കാം. ഗിൽറ്റർ നന്നായിട്ടൊന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഫിനിഷ് ചെയ്ത് കൊടുത്തത്. ഇനി നെക്സ്റ്റ് ഫിംഗറിലും ഇതുപോലെ തന്നെ ഗിൽറ്റർ നെയിൽ പോളിഷ് വെച്ചിട്ട് ആ ഗ്യാപ്പിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടൊരു പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നെയിൽ ആർട്ടാണ് കേട്ടോ. നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ക്ലിയറും കൂടി അടിച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ കളർ വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ കമൻറ്റ് ചെയ്ത് നമുക്കിനി അടുത്ത ഡിസൈനിലേക്ക് പോകാം. സെക്കൻഡ് ഡിസൈന് വേണ്ടിയിട്ട് ഈ 3 ഷെയ്ഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ 2 കോട്ട് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. റിം ഫിംഗറിൽ ഈ വൈറ്റ് നെയിൽ പോളിഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് നെയിൽ പോളിഷ് തന്നെ വെച്ചിട്ട് ആ നോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫിംഗറിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. 3 ഫിംഗറിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് നെയിൽ പോളിഷ് ബ്രഷിലോ ടൂത്ത് പിക്കിലോ എടുത്തിട്ട് ഇതുപോലെ ഓരോ ഔട്ടർ ലൈനും കൂടി വൈറ്റിന് നമുക്ക് വരച്ചു കൊടുക്കാമേ. 3 ഫിംഗറിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഫിംഗറിൽ ഇതുപോലെ ഒരു ലൈനും കൂടെ വരച്ചെടുക്കാം. ഇനി ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ചിട്ട് ഈ 3 ഫിംഗറിൻ്റെ ടിപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ക്ലിയറും കൂടി അടിച്ച് നമുക്ക് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡിസൈൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നെയിലിൻ്റെ ലുക്ക് തന്നെ മാറും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.